ഹലോ, ചെമ്പനീർപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിലാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ തുടങ്ങാം. അപ്പോൾ രേവതിയെയും സച്ചിയെയും അച്ഛമ്മയുടെ അടുത്തേക്ക് പറഞ്ഞേക്കാനാണല്ലോ പ്ലാന്. അത് നമ്മുടെ അച്ഛൻ രേവതിയോട് പറയുന്നുണ്ട്, നാളെ തന്നെ നിങ്ങൾ ഒരു സ്ഥലം വരെ പോകണം, അച്ഛമ്മയുടെ അടുത്തേക്ക് പോകണം, അവിടെ നല്ല സ്ഥലമാണ്, എന്താ പറയുക, കാടും വയലും ഒക്കെ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രേവതി ഇതാക്കുന്നുണ്ട്. പക്ഷേ രേവതിക്ക് അത്ര സന്തോഷം വന്നില്ല. അച്ഛൻ ചോദിച്ചു, എന്താ മോളുടെ മുഖത്തെന്താ സന്തോഷമില്ലാത്ത, അവൻ്റെ കൂടെ കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കും. അവൻ പ്രശ്നമാക്കുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നൊക്കെ പറയും. അപ്പോൾ അച്ഛൻ പറയും, അതൊന്നും ഓർത്ത് മോള് പേടിക്കണ്ട, അച്ഛമ്മയുടെ അടുത്ത് അവൻ്റെ ഒരു അടവും നടക്കില്ല, അവൻ അറ്റൻഷനായിട്ട് അച്ഛമ്മയുടെ മുന്നിൽ നിന്നോളും, ഒന്നും നടക്കില്ല, മോള് പേടിക്കുകയേ വേണ്ട, നന്നായിട്ട് പോയിട്ട് വാന്ന് പറയും. എന്നിട്ട് പിന്നെ അച്ഛൻ നേരെ അച്ഛമ്മയെ വിളിക്കും, സംഭവം ഇത് പറയാൻ വേണ്ടിയിട്ട്, വരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛമ്മയാണെങ്കിൽ, നീ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, എത്ര ദിവസമായി വരാൻ പറഞ്ഞിട്ട്, ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് പരാതി പറയായിരുന്നു അച്ഛനോട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ആ പരാതി ഞാൻ ഇന്നത്തോടെ മാറ്റിത്തരാം. അപ്പോൾ അച്ഛമ്മ വിചാരിച്ചത് രവി അച്ഛൻ നിൽക്കാൻ പോകുന്നുണ്ട് എന്നാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനല്ല, അത് പിന്നത്തേക്ക് മാറ്റി വെക്കാം, രേവതിയും സച്ചിയും കൂടെ നാളെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, പറഞ്ഞേക്കുന്നുണ്ട് എന്ന് പറയും. എന്നിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും അച്ഛമ്മക്ക്. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മുടെ അച്ഛൻ പറയും. എന്നിട്ട് അന്ന് എന്താ പറയുക, ഇവർ പാർട്ടി നടത്തിയല്ലോ, സച്ചിയുടെ ഫ്രണ്ട്സ് പാർട്ടി നടത്തിയതും അവിടെ ഉണ്ടായ സംഭവങ്ങളും, കുടിച്ചിട്ട് ഇവൻ എന്താ പറയുക പ്രശ്നം ഉണ്ടാക്കിയതും, പിന്നെ മാലയുടെ പ്രശ്നങ്ങളും, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളിങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ അച്ഛമ്മയോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അച്ഛമ്മ പറയും, ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് നീ എന്നോട് എന്താ ഇപ്പോഴാണോ പറയുന്നതെന്ന് ചോദിക്കും. മുന്നേ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും, ഇത് ഇന്ന് തീരും നാളെ തീരുന്നു വെച്ച് നിന്നിട്ട് ഇത് തീരുന്ന ഇതില്ല, അതുകൊണ്ടാണ് പറയേണ്ടി വന്നത്, അവിടെയാകുമ്പോൾ ഇവൻ്റെ ഒരു അടവും നടക്കില്ലല്ലോ, കുറച്ച് ശരിയായി വന്നോളെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പറഞ്ഞേക്കുന്നത്, ഒരു 3-4 ദിവസം അവിടെ ഒന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴേക്കും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി വീട്ടിലെത്തും. എന്നിട്ട് ഇങ്ങനെ പറയും, അച്ഛമ്മ പറയും, അവനെ ഇങ്ങോട്ടേക്ക് അവൻ്റെ എല്ലാം ഞാൻ ശരിയാക്കി കൊടുക്കാം, ഒരിടവും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോഴേക്ക് സച്ചി എത്തിയിട്ട് ഇങ്ങനെ ആരെയൊന്ന് ഫോണിൽ വിളിക്കുന്നതെന്ന് ചോദിക്കും, ആരോടാ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പം അച്ഛൻ പറയും, അച്ഛമ്മയാണ് വിളിക്കുന്നതെന്ന് പറയും. അപ്പോൾ എൻ്റെ കാര്യം ചോദിക്കും. അപ്പോൾ എന്തേ എനിക്ക് അച്ഛമ്മയെ വിളിച്ചുകൂടെ, നിൻ്റെ അനുവാദം വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ഇച്ചിരി ഗമയിട്ടൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ സച്ചി പറയും, എന്താ ഇത്ര ഒരു ഗമയിലൊക്കെ സംസാരിക്കുന്നതെന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും, നിന്നോട് ഇനി ഉടക്കി നിൽക്കാൻ തന്നെയാണ് തീരുമാനം, ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ അച്ഛമ്മ എന്തിനാ വിളിച്ചതെന്ന് നിനക്ക് അറിയാമെന്ന് ചോദിക്കും അച്ഛൻ. അപ്പോൾ പറയും, അയ്യോ ഞാൻ കബഡി എടുത്തിട്ടില്ല, അത് നോക്കിയിട്ട് എന്തിനാ പറഞ്ഞാൽ മതിയോ, അതെടുത്തിട്ട് വേണ്ടിയിട്ട് പറഞ്ഞാൽ മതിയോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ഒരു തമാശ പോലെ പറയും. രണ്ടാൾക്കും അത് ചിരി വരും. അപ്പോൾ സച്ചി പറയും, അത് കണ്ട ചിരി വന്ന കണ്ടില്ലേ, ഇതാണ് രസം, ഗമ പിടിച്ചിരിക്കുന്ന ഒട്ടും അതൊന്നും ചേരുന്നില്ല, അത് വേണ്ട, ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് അച്ഛൻ പറയും, അച്ഛമ്മ വിളിച്ചത് നീ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പോൾ ഞാനും വിചാരിച്ചിരിക്കുകയായിരുന്നു പോകണം എന്ന് പറഞ്ഞിട്ട്, അതിനെന്താ പോകാമല്ലോ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയും. എന്നിട്ട് ഞാൻ നാളെ തന്നെ പോയിട്ട് വരാമെന്ന് പറയും സച്ചി. അപ്പോൾ അച്ഛൻ പറയും, ഞാനല്ല, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയാമെന്ന് പറയും. അപ്പോൾ സച്ചി വിചാരിക്കും അച്ഛനും കൂടെ വരുന്നുണ്ട്. എന്നിട്ട് അച്ഛനും കൂടെ വരുന്നുണ്ടോ, അത് പൊളിച്ച്, ഞങ്ങൾക്ക് രണ്ടാൾക്കും, ഞാൻ കുറേ നാളെ വിചാരിക്കും നമുക്ക് രണ്ടാൾക്കും കൂടെ ഒരു ട്രിപ്പ് പോകണമെന്ന്. അപ്പോൾ അച്ഛൻ പറയും, നമ്മൾ രണ്ടാളും കൂടെ ട്രിപ്പ് അവിടെ നിൽക്കട്ടെ, ഇപ്പം നിങ്ങൾ രണ്ടാളും പോയിട്ട് വാന്ന് പറയും സച്ചിയോട് അച്ഛൻ. അപ്പോൾ സച്ചി പറയും, നമ്മൾ രണ്ടാളുമോ, അച്ഛമ്മയുടെ അടുത്തോ, അയ്യോ അച്ഛ വേണ്ട അച്ഛ, എന്നെ കൊലക്ക് കൊടുക്കരുത് അച്ഛ എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പറയും, അച്ഛമ്മയുടെ അടുത്ത് എൻ്റെ ഒരു അടവും നടക്കില്ല, ഇവിടെ നിന്ന് തന്നെ ഇവൾ എന്നെ എന്താ പറയുക കീറി മുറിക്കാൻ നോക്കുന്നു, അവിടെ നിന്ന് അങ്ങനെ എന്താ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അച്ഛമ്മയുടെ മുന്നിലൊന്നും പറ്റില്ല, എന്നെ കൊലക്ക് കൊടുക്കല്ലേ അച്ഛാ, വേണ്ട അച്ഛാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയും, അച്ഛമ്മ ഫോണിൽ ലൈനിലുണ്ട്, കട്ടാക്കിയിട്ടില്ല ഫോണ്. അപ്പോൾ അച്ഛമ്മ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പറയും, അമ്മേ കേട്ടല്ലോ, മോൻ പറഞ്ഞ് കേട്ടല്ലോ എന്ന് പറയും. അപ്പോൾ എന്താ സംസാരിച്ചോ, നീ തന്നെ സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് ഫോൺ കൊടുക്കും. എന്നിട്ട് അച്ഛമ്മ പറയും, ഒന്നും പറയണ്ട, നാളെ തന്നെ നിങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങോട്ടേക്ക് വന്നോളണം, പിന്നെ എനിക്ക് രേവതി മോളുടെ കൂടെ കുറച്ച് എന്താ പറയുക കുറച്ച് ദിവസം നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ സച്ചി പറയും, അത്രയേ ഉള്ളൂ, രേവതി ഞാൻ നാളെ ബസ്സിന് കയറ്റി വിട്ടോളാം എന്ന് പറയും. അപ്പോൾ എനിക്ക് നാണമില്ലേടാ, നീയും കൂടെ വരണം, അവൾ ബസ് കയറ്റി വിടാനല്ല എന്ന് പറഞ്ഞു. അവളെ മര്യാദയ്ക്ക് അവളെയും കൂട്ടിയിട്ട് നാളെ ഇങ്ങോട്ട് വരണമെന്ന് ഇങ്ങനെ അച്ഛമ്മ പറയാണ്. അപ്പോൾ സച്ചി പറയും, അടുത്ത മാസം നിന്നുണ്ടെങ്കിൽ എന്തായാലും വന്നിരിക്കുന്നു പറയും. അപ്പോൾ സച്ചി പറയും, അച്ഛമ്മ പറയും, അടുത്ത മാസത്തെക്കാര്യം നമുക്ക് നാളെ ഇവിടെ വന്നിട്ട് തീരുമാനിക്കാം, സച്ചി 18 അളവും പയറ്റും, പക്ഷേ പറ്റില്ല. എന്നിട്ട് ഒരു 3-4 ദിവസം എന്ന് ആദ്യം രവി അച്ഛൻ പറയും. അപ്പോൾ തന്നെ സച്ചിൻ ഞെട്ടിയിട്ടുണ്ട്, 3-4 ദിവസം എന്ന് പറഞ്ഞിട്ട്. അച്ഛമ്മയാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് നിൽക്കാനുള്ളത് എടുത്തിട്ട് പോകാമെന്ന് പറയും. അപ്പം തന്നെ സച്ചി വീണ്ടും കിളി പോവും. അച്ഛനല്ലേ 3-4 ദിവസം എന്ന് പറഞ്ഞത്, അച്ഛമ്മ എന്താ 7 ദിവസം ഒരാഴ്ച എന്നൊക്കെ പറയുന്നത്, അതൊന്നും പറ്റില്ല എന്ന് പറയും. അപ്പോൾ 3-4 ദിവസമാണ്, 7 ദിവസമാണ്, 10 ദിവസമാണെന്നൊക്കെ ഇവിടെ വന്നിട്ട് തീരുമാനിക്കാമെന്ന് അച്ഛമ്മയും പറയും. അങ്ങനെ നാളെ തന്നെ വരാൻ റെഡി ആയിക്കോ, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുന്നു പറഞ്ഞിട്ട് അങ്ങനെ അവൻ പോകാൻ അവസാനം റെഡിയാവും.
എന്നിട്ട് അവനെ കളിയാക്കും അച്ഛൻ. അടുത്ത മാസമാണോ പോകുന്നത് അല്ലേ, അടുത്ത മാസമല്ലേ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ സച്ചി പറയില്ല നാളെ തന്നെ പോകുന്നുണ്ടെന്ന് പറയും. എന്നിട്ട് എനിക്ക് ചെറിയൊരു വിശപ്പ്, അച്ഛന് വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കണം എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് ചന്ദ്രമതിയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറയും മോള് പോയി പാക്ക് ചെയ്തോ, കുറേ രണ്ടാളെ എടുത്ത് വെക്കാനുള്ളതിൽ കുറേ ഒരാഴ്ചത്തേക്ക് എടുക്കാനുള്ളതിൽ എന്ന് പറഞ്ഞിട്ട് പാക്ക് ചെയ്തോ എന്ന് പറയും. എന്നിട്ട് ചന്ദ്രമതി പറയും ഞാൻ വിളമ്പിത്തരാമെന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും ചന്ദ്രമതിയുടെ ഒരു സന്തോഷം കണ്ടില്ലെന്ന് പറയും. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവർ പാക്ക് ചെയ്തോളൂ എന്ന് പറയും. അങ്ങനെ അത് അവിടെ കഴിയും. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതി ബാമയാണ്. അതായത് ബാമ പറയും നീ അവരെ ഒഴിവാക്കിയല്ലേ എന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി പറയും ഒഴിവാക്കിയ സച്ചിയുടെ ശല്യം അതോടെ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല. ഇനി ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ 10 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞല്ല, ശരിയാക്കാമെന്ന് പറഞ്ഞാൽ ആ ഒരു പൈസയുടെ കാര്യമാണ് പ്രശ്നം. എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന. അപ്പോൾ ബാമ പറയും നീ എന്തിനാ പിന്നെ വേണ്ടാത്തത് ഏറ്റെടുക്കാൻ പോയതെന്ന് പറയും. അപ്പോൾ പിന്നെ അവൾക്ക് കൊടുക്കാതെ ഈ കല്യാണം നടക്കില്ലല്ലോ, അവൾ 2 വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം, 2 വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ബാമ പറയും ഉറപ്പിച്ച് വെച്ചിട്ട് കല്യാണം നടത്തിയാൽ പോരായിരുന്നു 2 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ ചന്ദ്രമതി പറയും അത് ശരിയാവില്ല, 2 വർഷം കൊണ്ട് അവളുടെ മനസ്സങ്ങനെ മാറിയാലോ, അതൊന്നും പറ്റില്ല, ഇപ്പം തന്നെ കല്യാണം നടത്തണം, അതുകൊണ്ടല്ലേ. അപ്പോൾ ബാമ പറയും എന്നാൽ ഒരു ഐഡിയ ഉണ്ട്, ഒരു ഫിനാൻസ് കമ്പനിയിൽ എന്തെങ്കിലും ഈട് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്ന് പറയും, എന്തെങ്കിലും. അപ്പോൾ ആകെ ഇനി വീട്ടിൻ്റെ ആധാരം എൻ്റെ കയ്യിലുണ്ടെന്ന് ചന്ദ്രമതി പറയും. അപ്പോൾ എന്നാൽ അത് വെച്ചിട്ട് എടുത്തോന്ന് പറയും. പക്ഷേ ചന്ദ്രമതിക്ക് ഒരു ടെൻഷൻ, ശ്രുതിക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. പക്ഷേ എന്നാലും വീടിൻ്റെ ആധാരം വെക്കാനൊരു പേടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും അത് വെക്കാമെന്നുള്ള തീരുമാനത്തിലാവും. എന്നിട്ട് പിന്നെ രാവിലെ നമ്മുടെ സച്ചി ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കും. അപ്പോൾ അച്ഛമ്മ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നതെന്ന് ഫ്രണ്ട്സ് ചോദിക്കും. അപ്പോൾ അവൻ പറയും ഞാൻ മാത്രമല്ല കൂടെ അവളും കൂടെ ഉണ്ട്, അവളാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കടിച്ചു കയറാൻ നോക്കുവാണെങ്കിൽ അവിടെ എത്തി എൻ്റെ ഒരടവ് നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും പറയും നീ ഒന്ന് പേടിക്കണ്ട പോയിട്ട് വാന്നൊക്കെ പറയും. പിന്നെ എന്നിട്ട് സച്ചി ബസ്സിനാണ് പോകുന്നത്, കാറ് ഒരു ഫ്രണ്ട് അവൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലാണുള്ളത്, കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്, അതുകൊണ്ട് അവനോട് എടുത്തോ നീ ഓടിക്കോ, എനിക്ക് കിട്ടുന്ന ഓട്ടം കൂടെ നിനക്ക് പറഞ്ഞിരുന്നു പറഞ്ഞിട്ട് അവൻ പറയും എന്നാൽ ബസ് സ്റ്റാൻഡ് വരെ ഞാൻ കൊണ്ടുവിടാമെന്ന് പറയും. അങ്ങനെ സച്ചി വേഗം വീട്ടിലേക്ക് പോയി. എന്നിട്ട് റെഡിയാകുമ്പോൾ താഴെ വന്നു റെഡിയായിട്ട്. അപ്പോഴേക്കും ഈ ഫ്രണ്ട് അവിടെ എത്തിയിരുന്നു. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും വണ്ടി വർക്ക്ഷോപ്പിലാന്ന് കേട്ടല്ലോ എന്നൊക്കെ പറയും. എന്നിട്ട് സച്ചി ഓടിക്കാൻ തന്നു, ഓടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴത്തേക്കാണ് ഇവർ താഴെ ഇറങ്ങുക. അപ്പോൾ നീ എപ്പോഴേ വന്നോ എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഓട്ടോയിൽ പോയിക്കോളാം, പിന്നെ എന്തിനാ വന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവർ പറയും പ്രശ്നമില്ല ബസ് സ്റ്റാൻഡിൽ ഞാൻ കൊണ്ടാക്കാമെന്ന് പറയും. പക്ഷേ രേവതിക്കാണെങ്കിൽ കണ്ടിട്ട് അത്ര പിടിച്ചില്ല, അവർക്ക് രണ്ടാൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് അവൻ പറയും ബാഗിങ് ഇതാന്ന് പറയും, പെങ്ങളെ ബാഗിങ് ഇതാന്നും പറയും. പക്ഷേ രേവതിക്ക് അത്ര പിടിച്ചില്ല, ആദ്യം അവൾ കൊടുത്തില്ല, പിന്നെ അച്ഛനിങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചപ്പോൾ അവൾ കൊടുത്തു. എന്നിട്ട് അവൻ അങ്ങോട്ടേക്ക് ബാഗ് വെക്കാൻ വേണ്ടി പോയി. ചന്ദ്രമതി ഇങ്ങനെ വിളിക്കും. അപ്പോൾ ഇവരിറങ്ങാൻ നോക്കുകയാണെന്ന് പറയും. ചന്ദ്രമതി പറയും അതിന് ഞാനെന്ത് വേണം, ഒന്നും ഇല്ലേ, ഇവിടുത്തെ പണമൊന്നും എടുത്തുകൊണ്ടല്ല പോകുന്നതെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ചന്ദ്രമതി എന്നിട്ട് പറയും പോയിട്ട് വാന്ന് പറയും. അപ്പോൾ സച്ചി പറയും ഉള്ളിലുള്ള സന്തോഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതും ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് പറയാമെന്ന്. ചന്ദ്രമതിക്ക് ഒരു കുഴപ്പമുണ്ട്, ഉള്ളിലുള്ളതും മുഖത്ത് പ്രതിഫലിക്കുന്ന ഇങ്ങനെ പറയുകയാണ്. എന്തായാലും 3-4 ദിവസം ഞാനിവിടെ ഇല്ലല്ലോ, എന്നെ മിസ് ചെയ്യുന്നുണ്ട്, അപ്പാടെ വിളിച്ചോ, നമുക്ക് ഒരു തത്സമയം സംപ്രേഷണം നടത്താം, ഫോണിലൂടെ വഴക്കിടാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അതവിടെ കുറച്ച് കഴിയും. എന്നിട്ട് അവരങ്ങോട്ടേക്ക് പോകും. ചന്ദ്രമതിക്ക് സന്തോഷം. പുറത്തെത്തിയിട്ട് കാറിലവൻ മുന്നിലത്തെ സീറ്റിലിരിക്കാൻ നോക്കുമ്പോൾ അച്ഛൻ പറയും രണ്ടാളും പിന്നിലത്തെ സീറ്റിലിരുന്നാൽ മതി, ഒരുമിച്ചിരുന്നാൽ മതി എന്ന് പറയും. അപ്പോൾ നമ്മുടെ സച്ചി പറയും പിന്നിലിരുന്നാലും എനിക്ക് ഛർദ്ദിക്കാൻ മുട്ടോ, എനിക്ക് വേണ്ടെന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും ഛർദ്ദിച്ചാൽ കുഴപ്പമില്ല, എപ്പോഴെങ്കിലും ഛർദ്ദിക്കുന്നത് നല്ലതാണ്, വയറൊക്കെ ഒന്ന് ക്ലീൻ ആവുമെന്ന് പറഞ്ഞിട്ട് അവനെ പിൻ സീറ്റിൽ തന്നെ ഇരുത്തും. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് അവർ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.